ഗുഡ് മോർണിംഗ് ഇൻ്റർനെറ്റ്. ഇന്ന് ഞാനുള്ളത് ട്രയം കോട്ടയത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വണ്ടി ട്രയം സ്പീഡ് T4 ആണ്. അപ്പം ഹെൽമെറ്റും ജാക്കറ്റും ഇട്ടിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. ഫസ്റ്റ് തന്നെ പറയേണ്ടത് ഇത് മെക്കാനിക്കൽ കീ ആണ് നമുക്കുന്നത്. അപ്പോൾ താങ്ക്സ് ടു ട്രയം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണ്. ഇമ്മബലൈസറല്ല, ചിപ്പില്ല, ഇതൊരു ബേസിക് കീ ആണ്, നോർമൽ കീ. ഓക്കെ, അപ്പം ഫസ്റ്റ് ലെറ്ററിക്കാണ്. നല്ലൊരു ഗ്രൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പാക്ഡ് ആണ് വണ്ടി. നമ്മുടെ അടുത്ത് തന്നെയാണ്, റീച്ചബിൾ ആയിട്ടാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ എല്ലാം ഉള്ളത്. വളരെ അടുത്ത് തന്നെ നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് തോന്നിക്കുന്നുണ്ട്. എന്താ ഓക്കെ, അപ്പം ഓഫ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ വാവ്, ഇതിൻ്റെ പവർ ഒന്നും പറയാനില്ല. സൂപ്പർബാണ്, സൂപ്പർ. കൈ കൊടുക്കുമ്പോഴേ ഇവൻ അങ്ങോട്ട് വലിച്ചോണ്ട് പോവാണ്. വാവ്, 6 ഗിയറിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. ഒരു സ്പീഡ് അറിയുന്ന പോലും ഇല്ല കേട്ടോ. വളരെ സ്മൂത്ത് ഡെലിവറിയാണ്. ബട്ട് ടോക്കി, ഒരു അബണ്ടൻസ് ഓഫ് ടോക്ക് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ 3rd ഗിയറിലാണ് വണ്ടി പോകുന്നത്. വാവ്, ഫിൽറ്ററിംഗ് ഒക്കെ ഫ്ലിക്കബിൾ ആണ് വണ്ടി. ബ്രേക്കിംഗ് ആണെങ്കിൽ തന്നെ ഒരു പ്രോഗ്രസീവ് ബ്രേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേടിക്ക് നിൽക്കുന്നില്ല. ഓക്കെ, ടേക്ക് ഓഫ് ചെയ്യുന്നത് ഒരു രക്ഷയില്ല. മാരക ടേക്ക് ഓഫ് ആണ് ചെയ്യുന്നത്. വാവ്, ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവൻ. ഗിയർ നമ്മൾ ഇതിപ്പോൾ ടോപ്പിലാണ്. ഓ, വീൽ സ്പിൻ അടിച്ചവിടെ. സസ്പെൻഷനൊക്കെ ഗ്ലൈഡ് ചെയ്യുന്ന ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വെയിറ്റ് കുറവാണ്, എനിക്കൊരു 56 കിലോയേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു ഇത് ഗ്ലൈഡ് ചെയ്ത് പോകുന്നതല്ല എനിക്ക് തോന്നുന്നത്. സസ്പെൻഷനൊക്കെ ടോപ്പ് നോച്ച് എന്നാണ് തന്നെ പറയാം. ഇതിൻ്റെ ലുക്ക് കണ്ട പറയില്ല ഇത്രയും പവർ ഇതിലുണ്ടെന്ന്. എന്നാൽ അഗ്രസീവായ പവറും അല്ല, ഇതൊരു ടോർക്കി ഫീൽ തരുന്നൊരു പവറാണ്. ഓക്കെ, ഫസ്റ്റ് ഇതിൻ്റെ സ്പെക്ക് തന്നെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ സ്പെക്ക് വരുന്നത് 398 cc ആണ്. സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂളാണ്. ഇതിൻ്റെ പവർ വരുന്നത് 31 PS ആണ് പവർ വരുന്നത്. അതൊരു 7000 RPM നമുക്ക് കിട്ടി തുടങ്ങും. ടോർക്ക് വരുന്നത് 36 Nm അറ്റ് 6500, അങ്ങനെ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു. 5000 ആണോ ഞാൻ നോക്കുന്നില്ല. ഞാൻ സ്പെക്ക് ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, ഓവറോൾ ഫീൽ എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, നല്ലൊരു അപ്രൈറ്റ് പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വണ്ടി ഇരുന്നാൽ തന്നെ ഫീൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. നല്ല പൊക്കത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് ടോർക്കിയാണ്. നല്ല തിരക്കുണ്ട്. പവർ നല്ല എടുത്ത് മറിക്കുന്നൊരു പവറാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ റിസ്റ്റ് പാട്ടിയല്ല, നമ്മുടെ കൈ പറിച്ചു പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകും ചില സമയത്ത്. നല്ല 80 100 വിത്തിൻ സെക്കൻഡ്സ് തന്നെ ആണ്.
7.6 അങ്ങനത്തെ ഒരു ഫിഗറിലാണ് 100 നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. എക്സോസ്റ്റ് തന്നെയാണ് ഇങ്ങനെ മികച്ചു നിൽക്കുന്നത്. നമുക്ക് ആ ഒരു റൈഡിങ് ത്രില്ല് വരുന്നത് എക്സോസ്റ്റ് തന്നെയാണ്. ഒരു ബാസി ത്രോട്ടിയർ അങ്ങനെയൊക്കെ വിളിക്കാം, യു നെയിം ഇറ്റ്. ഇതിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് വണ്ടി ഫീൽ ചെയ്തെങ്കിൽ എനിക്കത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോസ് ആകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂജ് താങ്ക്സ് ടു ട്രയംഫ് കോട്ടയം ഈ വണ്ടി ടെസ്റ്റ് റൈഡ് തന്നതിന്. സർവീസസ് എല്ലാം അവൈലബിൾ ആണ്, സ്പെയർസും എല്ലാം അവൈലബിൾ ആണ് കോട്ടയം. ഇതൊരു വളരെ പെട്ടെന്നുള്ളൊരു സ്പിന്നാണ്, എനിക്ക് ഒത്തിരി സമയം തന്നിട്ടില്ല. പെട്ടെന്നൊന്ന് റൈഡ് ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പം ഞാനിപ്പോൾ പറയുന്ന അഭിപ്രായങ്ങൾ എനിക്കുണ്ടായിരുന്ന 2 വണ്ടി അല്ലെങ്കിൽ ഉള്ള 2 വണ്ടിയുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അതിൽ ഒന്ന് എൻ്റെ ഓൾഡ് സ്കൂളായ 1996 മോഡൽ റോയൽ എൻഫീൽഡാണ്. അതും ഡ്യൂക്ക് 200 ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ അല്ലെ ഗുണങ്ങളൊക്കെയാണ് ഞാൻ അതുമായിട്ടാണ് മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു ഫീലാണ്. വളരെ സ്മൂത്താണ്, ബട്ടർ സ്മൂത്ത് തന്നെയാണ് വണ്ടി. 100 നമ്മൾ അറിയുന്ന പോലും ഇല്ല. ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല. വലിച്ചെടുത്തോണ്ടങ്ങ് പോവാണ്. ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ശരി 100 കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ കംപ്ലൈൻറ്റ്സ് ഒക്കെ പോയായിരുന്നു, എന്താണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന്. കംപ്ലൈൻറ്റ് നെഗറ്റീവ്സ്, ഐ മീൻ നെഗറ്റീവ് പറയുന്നതൊന്നും തന്നെ ഇവിടെ പറയാം. നമ്മുടെ ഇതൊരു എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് ഇത് ട്രയംഫ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം പുറത്തുള്ള കൺട്രിയിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടി ട്യൂൺ ചെയ്തതെന്ന് വേണം പറയാം. നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് പറ്റിയ രീതിയിലാണ് വന്നത്. ട്രയംഫിൻ്റെ ഞാൻ 675 ഓടിച്ചിരുന്നു. അത് റൈഡബിൾ ആണോ വെച്ചാൽ റൈഡബിൾ ആണ്, ബട്ട് ഇതുപോലെ റൈഡബിൾ അല്ല. നമ്മളിപ്പോൾ ഒരു 675 cc ആണ്, അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടി തന്നെ ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഈ ഒരു പവറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ ഫുൾ പവർ എന്ന് വെച്ചാൽ എന്താണ്, ഫുൾ പവർ വന്നാൽ പവറിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാം. ഹീറ്റിങ് ട്രാഫിക്കിലാണ്, നല്ല തിരക്കുണ്ട്, ഈസിലി മാനുവറബിളാണ് വണ്ടി. വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, നമ്മുടെ കയ്യിലാണ് വണ്ടി ഇരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് റൈഡറെ സംബന്ധിച്ച് ഇത് മാത്രമേ പറയാനുള്ളൂ, ഇതിൻ്റെ എക്സ്പ്രഷൻ വാവ് എന്ന് മാത്രം. കാരണം അത്രമാത്രം പവർഫുള്ളാണ് വണ്ടി. എന്നാൽ അത് ഒരു പ്രൊഡിക്റ്റബിളാണ്. അതിൻ്റെ പവർ നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് പവർ വരുന്നതെന്ന്. ഒരു റോക്കറ്റ് പോകുന്ന പോലെ അങ്ങനെ പോവില്ല, ബട്ട് നമുക്കറിയാം പവർ തീർച്ചയായും ഉണ്ട് കേട്ടോ. പവർ എന്ന് വെച്ചാൽ കുറവൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് പവർ അത്യാവശ്യം കൂടുതൽ പവറുണ്ട്, അത്യാവശ്യം കൂടുതൽ.
ഹൈവേ റൈഡിങ്ങിന് പറ്റിയ വണ്ടി, ക്രൂസ് ചെയ്യാം, ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാം. ഇപ്പോൾ തേടിലാണ്, തേടൊക്കെ സ്വീറ്റ് സ്പോട്ടാണ്. തേടിൽ നിന്ന് നല്ല വലിയുണ്ട് വണ്ടിക്ക്. അവിടെ നിന്ന് പുള്ളി ചെയ്ത് പോകുന്നത് അതൊരു ഹെവി പവർ തന്നെയാണ്. കേൾക്കണം, പുഷ് ചെയ്ത് ഓവർടേക്കിംഗ് വളരെ ഈസി. അതായത് നമ്മുടെ സിറ്റിയിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ടോപ്പ് ആൻഡ് സ്പീഡല്ല, ഞാനൊരു 0 to 100 അതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നമുക്കതാണ് ആവശ്യം. കാരണം ഇതുപോലുള്ള ഓവർടേക്കിംഗ്, ക്വിക്ക് ഓവർടേക്കിംഗ് നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പവറാണ് നമുക്ക് വേണ്ടത്. അല്ല ടോപ്പ് ആൻഡ് അല്ല, 0 to 100 എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാവോ അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു വണ്ടിയിൽ. ഇതുപോലുള്ള ലോങ് ട്രക്കുകൾ, ബസ്സുകൾ ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് 0 to 100 ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ 0 to 100 എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ ഞാനീ പറയുന്നതല്ല എൻ്റെ അഭിപ്രായങ്ങളാട്ടോ, നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. എനിക്ക് ഫീൽ ചെയ്ത അല്ലെങ്കിൽ എൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് കൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാനീ പറയുന്നത് മൊത്തം. ഗിയർ വളരെ ബട്ടർ സ്മൂത്താണ് ഗിയർ. ട്രയംഫിൻ്റെ ഗിയർ സിസ്റ്റം ആയതുകൊണ്ടൊന്നും പറയാനില്ല. ട്രയംഫിൻ്റെ അറിയാമായിരിക്കുമല്ലോ, അവർ ട്രയംഫിൻ്റെ ഏത് വണ്ടി എടുത്താലും ഗിയർ വളരെ സ്മൂത്താണ്. അവരതിൻ്റെ പ്രിസിഷൻ എൻജിനീയേഴ്സാണ്. സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആൻഡ് ഹാൻഡ്ലിങ്, അതാണ് അവരുടെ ഒരു മോട്ടോ തന്നെ. ഒരു ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സാണ്, ഒരു ഹെറിറ്റേജ് ഉള്ളൊരു മാനുഫാക്ചേഴ്സാണ്. ഞാനത് പറയാൻ മറന്നുപോയി, ഫസ്റ്റ് തുടങ്ങേണ്ടതായിരുന്നു അതൊക്കെ. ബ്രേക്കിംഗ് പ്രോഗ്രസീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സഡനായിട്ട് നിൽക്കുന്നില്ല, പ്രോഗ്രസീവ് ബ്രേക്കിംഗ് എന്ന് തന്നെ വേണം പറയാം. ഓക്കെ, ഹീറ്റിംഗ് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞാനിപ്പം മൂവിങ് ആണ്. എൻജിൻ ഹീറ്റിങ് നമുക്ക് കെട്ടി തുടങ്ങിയിട്ടില്ല. ഇതൊരു അഡിക്റ്റഡ് ആവുന്ന ഒരു പവറാണ് ഇതിൻ്റെ കേട്ടോ. അഡിക്റ്റഡ് ആവുകയാണ് നമ്മളിങ്ങനെ ഒരു തോട്ടിൽ കൊടുക്കാൻ നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ട്രയംഫ് അച്ചീവ് ചെയ്തെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും ഒരു സ്മോൾ കപ്പാസിറ്റിയിൽ നിന്ന് ഒരു ബിഗ് ബൈക്കിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നുള്ളത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ട്രയംഫിന് അതൊരു വലിയൊരു അപ്രീഷിയേഷൻ തന്നെയാണ്. ഒരു 398 cc നിന്ന് ഇത്രയും ഒരു ഫീൽ എങ്ങനെ ഉണ്ടാക്കിയെടുത്തുന്നുള്ള അത്ഭുതം തന്നെയാണത്. വാവ്, ഇത് ഈ ഒരു പവറിൻ്റെ ആവശ്യമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പവറിൻ്റെ ആവശ്യം വരുന്നില്ല. ഐ മീൻ ഒരു സൂപ്പർ ബൈക്ക് ഫീലാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഹൈവേയിൽ ഇത് പോരായ്മായിരിക്കും, ഇത് പറ്റില്ലായിരിക്കും. ബട്ട് ഇതുപോലുള്ള ഓവർടേക്കിംഗ് സ്ലിപ്പർ ക്ലച്ച് അല്ല എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. സ്ലിപ്പർ ക്ലച്ചാണോ? അല്ലല്ലോ, അല്ല. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് ഇത്. ബട്ട് അത് മതി. ട്രയംഫ് ഒരു വലിയൊരു ജോബ് തന്നെ അടിച്ചിരിക്കുന്നത്, ഒന്നും പറയാനില്ല. കംപ്ലൈൻസ് ആയിട്ട് ബ്രേക്കിംഗ് എനിക്കൊരു ചെറിയൊരു മടുപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഓടിക്ക് പോകുന്നതാണ്. എനിക്ക് 200 ഒക്കെ വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. 200ൻ്റെ ബ്രേക്കിംഗ് കുറച്ചുകൂടെ പ്രൊസൈസാണ്. അപ്പോൾ നമുക്ക് ഇതെവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ വോക്ക് അറൗണ്ട് ഒന്ന് കാണിച്ചു തരാം. ട്രയംഫ് മോട്ടോർ സൈക്കിളിൻ്റെ ഏറ്റവും അഫോർഡബിളായ ഒരു എൻട്രി ലെവൽ വണ്ടിയാണത്, ട്രയംഫ് T4. അപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയതാണ്. അപ്പോൾ അത് നമുക്ക് വിസിബിളാണ്. അത് കൺവെൻഷനായ ടെലിസ്കോപ്പാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലക്സ് മഡ് ഗാർഡ്സാണ് വരുന്നത്. ട്രയംഫിൻ്റെ ലോഗോ, ഓഫ് കോഴ്സ് ട്രയംഫിൻ്റെ ലോഗോ തന്നെ മതിയല്ലോ എല്ലാം പറഞ്ഞു തരാം. ട്രയംഫിനെ കുറിച്ച് അറിയാമെന്നൊക്കെ ലോഗോ ഫേസ് ഇറ്റ് ഔട്ട്. വളരെ ഒരു മാസീവ് ലുക്കാണ് വണ്ടി. മാസീവ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഈസി ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു T900 ആ റേഞ്ചിലെ ഒക്കെ വണ്ടിയായിട്ടൊരു അടുത്ത് നിന്നാൽ
എനിക്ക് വലിയ ഇഷ്ടം പറയില്ല, ചെറിയ വണ്ടിയാണ് ഒരിക്കലും പറയില്ല, ബീഫിനെസ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് ഇഷ്ടമാണ് ഈ മെക്കാനിക്കൽ ബോൾട്ട്. ഇതൊരു ടി സീരീസിൽ വരുന്നതാണ്, ബോണവിൻ്റെ സീരീസിലേക്ക് കാണുന്നതാണ് ഈ ഒരു ഫിന്നിൻ്റെ ഒരു കംപ്ല. അത് കാർ റേഡിയേറ്റർ ചെറുതാണെങ്കിലും അവൻ ഫങ്ഷനബിളാണ്. നേരെ ഓപ്പോസിറ്റ് തിരിച്ച് തിരിക്കാൻ തോന്നും. ഗ്രൂപ്പിലൊക്കെ കാണുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലാണ്, അത് സെറ്റപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. ആരോഗ്യമൊക്കെ. പിന്നെ ടയർ MRF ടയറാണ്. MRF ടയർ ഇതുവരെ ഓടിച്ചിട്ട് കുഴപ്പം തോന്നിയില്ല, ബട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോളോയോ ഇപ്പം ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. ഫ്രണ്ടും MRF തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് വരുന്ന സൈസ് 110 ആണ്. ബാക്കിൽ 140, I guess 140 റൈറ്റ്? യെസ് 140 ആണ്. പിന്നെ മിറേഴ്സ് ഒന്നും ഒരു വൈബ്രേഷൻസും ഇല്ല. എത്ര നമ്മൾ കൈ കൊടുത്താലും വൈബ്രേഷൻസ് ഒന്നും ഇല്ലാത്തതാണ്. വൈബ്രേഷൻസ് 0 വൈബ്രേഷൻ തന്നെ വേണം പറയാം. വിസിബിൾ ആണ്. എനിക്ക് കിട്ടിയിട്ടില്ല, ഹീറ്റിംഗ് എനിക്ക് ഫീൽ ചെയ്തില്ല. സീറ്റിംഗ് പൊസിഷൻ കൊള്ളാം. എനിക്ക് ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 കാര്യം ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുവരെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടാഞ്ഞെന്നുള്ള കാരണം കമൻറ്റ് ചെയ്യുക. തീർച്ചയായും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ മോട്ടിവേഷൻ ആവും. അപ്പം വൺസ് അഗൈൻ താങ്ക്സ് ടു ട്രയംഫ് കോട്ടയം ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തന്നതിന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.